ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സംഘം ലിറ്ററേച്ചറിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ആണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. അതിലൊന്നായ പത്തുപ്പാട്ടിനെ കുറിച്ച് ഒരല്പം കൂടി പറയുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇതിലെ എല്ലാ ടേംസും പേരുകളും തമിഴ് ബേസ്ഡ് ആണ്. അവയോട് മാക്സിമം നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറിജിനൽ പ്രൊനൗൺസിയേഷനിൽ നിന്നും എവിടെയെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സംഘകാലത്തിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ സംഘം എന്ന പേര് അന്ന് നടത്തിയ 3 സംഗമങ്ങളെ സൂചിപ്പിക്കുന്നു. ആദ്യ സംഘത്തിലെ ഒരു വർക്കും ഇന്ന് സർവൈവ് ചെയ്യുന്നില്ല. രണ്ടാം സംഘത്തിൽ നിന്ന് ആകെ സർവൈവ് ചെയ്തത് തൊൽക്കാപ്പിയം ആണ്. തമിഴിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ലിറ്റററി വർക്കായ തൊൽക്കാപ്പിയം എഴുതിയത് തൊൽക്കാപ്പിയാർ ആണ്. തമിഴ് ഗ്രാമർ ആണ് കണ്ടന്റ് എങ്കിലും ആ കാലത്തെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിന്റെ ഒരു ഇൻസൈറ്റ് അതിൽ നിന്നും നമുക്ക് ലഭിക്കും. സംഘകാലത്തെ ഇമ്പോർട്ടന്റ് വർക്ക്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 കവിതകളുടെ ഒരു കമ്പൈലേഷൻ ആയ എട്ടുതൊകൈ, 10 പാട്ടുകൾ ചേർന്ന പത്തുപ്പാട്ട്, ഇവ രണ്ടും മൾട്ടിപ്പിൾ ഓഥേഴ്സിന്റെ വർക്ക്സ് ആണ്. കണ്ണകിയുടെയും കോവലന്റെയും ഫേമസ് ആയ കഥ പറയുന്ന സിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികൾ ആണ്. ഇളം കോവ് എന്നാൽ രാജകുമാരൻ, യങ് പ്രിൻസ്. ആ കാലത്തെ മറ്റൊരു ഫേമസ് വർക്ക് ആണ് സിത്തലൈ സത്തനാർ എഴുതിയ മണിമേഖലൈ. ഇനി നമുക്ക് സംഘകാല ലിറ്ററേച്ചറിലെ പൊയറ്റിക്സ് ഒന്ന് നോക്കാം. അന്നത്തെ കവിതകളെ തിണൈ എന്നാണ് പറഞ്ഞിരുന്നത്. അവയുടെ തീംസ് എക്കോസെൻട്രിക് ആയിരുന്നു. കവിതയിലെ ജനറൽ മൂഡിനെ ലാൻഡ്സ്കേപ്പുമായി മേർജ് ചെയ്യുന്നത് അന്നത്തെ കവിതകളിൽ പതിവായിരുന്നു. അവയെ ജനറലി രണ്ടായി തിരിക്കുന്നു: അകം, പിന്നെ പുറം. ഇൻസൈഡ് എന്നർത്ഥമുള്ള അകത്തിണൈ, മനസ്സുകൾക്കുള്ളിലെ സബ്ജക്റ്റ് ആയ പ്രണയമാണ് ഇവയിലെ തീം. ഔട്ട്സൈഡ് എന്നർത്ഥമുള്ള പുറത്തിണൈ, ഹീറോയിസമാണ് ഇവയിലെ തീം. ഇനി നമുക്ക് വൺ ഓഫ് ദ എക്സാമ്പിൾസ് ആയ പത്തുപ്പാട്ടിനെ കുറിച്ച് അല്പം കൂടി നോക്കാം. 10 പാട്ടുകൾ ചേർന്ന പത്തുപ്പാട്ടിലെ പാട്ടുകൾ പലരെഴുതിയതാണ്. അതിലാദ്യത്തേത് തിരുമുരുകാற்றுപ്പടൈ. നക്കീരനാർ എഴുതിയ ഈ പാട്ടിൽ 317 വരികളാണ് ഉള്ളത്. അജിരിയപ്പ മീറ്ററിൽ എഴുതിയ ഈ പാട്ടിന് 6 പാർട്ടുകൾ ഉണ്ട്. ഓരോ പാർട്ടും ഓരോ മുരുക ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ളതാണ്. തിരുപ്പരാങ്കുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമലൈ, തിരുത്തണി, പഴമുതിർച്ചോലൈ എന്നിവിടങ്ങളിലെ അമ്പലങ്ങളെപ്പറ്റി പറയുന്ന ഈ പാട്ട് ശൈവഭക്തി ലിറ്ററേച്ചർ ആയ തിരുമുറൈ എന്ന ആന്തോളജിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പാട്ട് പെരുനാരാற்றுപ്പടൈ. മുദത്താമക്കണ്ണിയാർ എഴുതിയ ഈ പാട്ടിൽ 248 വരികൾ ഉണ്ട്. അകവാൾ മീറ്ററിൽ എഴുതിയ ഈ പാട്ട് ആற்றுപ്പടൈ അഥവാ ഗൈഡൻസ് പോംസ് ആണ്. ഇതിൽ ചോഴ രാജാവായ കരികാല ചോഴനെ പ്രേസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പാട്ടായ ചിരുപാണാற்றுപ്പടൈ എഴുതിയത് നല്ലൂർ നദത്തനാർ ആണ്. 269 ലൈൻസ് ഉള്ള ഈ പാട്ട് ഇന്ന് ജാഫ്ന എന്നറിയപ്പെടുന്ന നാഗനാട്ടിലെ റൂളർ ആയ നല്ലിയക്കോടനെ പ്രേസ് ചെയ്യുന്നതാണ്. നാലാമത്തെ പാട്ടായ പെരുമ്പാണാற்றுപ്പടൈ എഴുതിയത് രുദ്രൻ കണ്ണനാർ ആണ്. 500 ലൈൻസ് ഉള്ള ഈ പാട്ടിൽ ജാഫ്നയിൽ നിന്നും തൊണ്ടൈ മണ്ഡലത്തിലെ രാജാവിൻ്റെ അടുത്തേക്ക് പൊയറ്റ് നടത്തിയ നീണ്ട യാത്ര വർണ്ണിക്കുന്നു. പഞ്ഞകാലത്ത്, അതായത് ഡ്യൂറിങ് പോവർട്ടി, പൊയറ്റ് സഞ്ചരിച്ച വഴിയിലെ ജീവിതങ്ങളും സീനറിയും ഇതിൽ ഡീറ്റെയിൽഡായി നറേറ്റ് ചെയ്യുന്നു. സങ്കടങ്ങൾ പറയുമ്പോൾ ഉടനടി സഹായിക്കുന്ന രാജാവിനെ കവിതയുടെ എൻഡിൽ പ്രേസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പാട്ട് നപ്പുത്തനാർ എഴുതിയ മുല്ലൈപ്പാട്ടാണ്. 103 ലൈൻസ് ഉള്ള ഈ പാട്ട് ഒരു അകത്തിണൈ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ 5 തരം ജിയോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ മുല്ലൈ എന്നാൽ ഫോറസ്റ്റ് റീജിയൻ ആണ്. മഴക്കാലത്തെ മുല്ലയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ പാട്ട് തിരിച്ചു വന്നിട്ടില്ലാത്ത ലവറിനെ ഓർത്ത് ദുഃഖിക്കുന്ന പെൺകുട്ടിയുടെ കഥ പറയുന്നു. അന്നത്തെ ഒരു രീതി അനുസരിച്ച് മഴക്കാലമാകുമ്പോൾ യുദ്ധങ്ങൾ നിർത്തിവെക്കുകയും നാട്ടിൽ തിരിച്ചെത്തി കൃഷി ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ആ ലവർ അത്തവണ തിരിച്ചെത്തിയില്ല. ആ ലവറിനെ ഓർത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഇത്.
അടുത്ത പാട്ട് മാങ്കുടി മരുതനാർ എഴുതിയ മധുരൈ കാഞ്ചിയാണ്. 10 പാട്ടിലെ ഏറ്റവും വലിയ ഈ പാട്ടിൽ 782 ലൈൻസ് ഉണ്ട്. പാണ്ഡ്യ രാജാവായ നെടുഞ്ചേഴിയനെ കുറിച്ച് ഇതിൽ പറയുന്നു. ആ നാടിൻ്റെ വെൽത്ത്, ലൈഫിൻ്റെ ഇംപെർമനൻസ്, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം രാജാവിന് നൽകുന്ന ഉപദേശങ്ങളായി ഇതിലുണ്ട്. ഈ സംഘകാല കൃതിയിൽ ഓണത്തെക്കുറിച്ചുള്ള മെൻഷനും പാണ്ഡ്യരാജ്യത്തിന്റെ ക്യാപിറ്റലായ മധുരയെക്കുറിച്ചുള്ള പ്രേസും ഉണ്ട്. 7ാമത്തെ പാട്ട് നക്കീരനാർ എഴുതിയ നെടുനാൾ വാടൈ ആണ്. 188 ലൈൻസ് ഉള്ള ഈ പാട്ട് ഒരു അകത്തിണൈ ആണ്. നെടുനാൾ വാടൈ എന്ന വാക്കിന്റെ അർത്ഥം പ്രിവെയിലിംഗ് ആയ വിൻഡ് എന്നാണ്. ആ കാറ്റ് ലവറിനെ പിരിഞ്ഞ രാജകുമാരിയുടെ ഹൃദയത്തെയും യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന ലവറിന്റെ ഹൃദയത്തെയും മിറർ ചെയ്യുന്നു. വിന്ററിലെ തണുത്ത രാത്രിയിൽ ഈ കാറ്റ് അന്യജീവികളെ പല വിധത്തിൽ എഫക്റ്റ് ചെയ്യുന്നതും ഈ പാട്ടിൽ വർണ്ണിക്കുന്നു. ലവറിനെ കാത്തിരിക്കുന്ന രാജകുമാരി അയാളുടെ സേഫ് റിട്ടേണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാണ്ഡ്യ രാജാവായ നെടുഞ്ചേഴിയന്റെ കൊട്ടാരവും ഇതിൽ വർണ്ണിക്കുന്നു. അടുത്തതായി കപിലർ എഴുതിയ കുറിഞ്ചിപ്പാട്ട്. കുറിഞ്ചിയിലെ, അതായത് മലമ്പ്രദേശത്തെ വിവിധ ശബ്ദങ്ങൾ വർണ്ണിക്കുന്ന ഈ കുറിഞ്ചിത്തിണൈ 261 ലൈൻസ് ഉള്ള ഒരു അകത്തിണൈ ആണ്. ഈ പാട്ടിൽ പോയറ്റ് ഒരു ആര്യ രാജാവിന് തമിഴകത്തിന്റെ ചാസ്റ്റിറ്റി ആൻഡ് മോറൽ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ചലഞ്ചസ് ഓവർകം ചെയ്തുകൊണ്ട് മാരേജിൽ എൻഡ് ചെയ്യുന്ന ഒരു സീക്രട്ട് ലവിന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് പോയറ്റ് അത് ചെയ്യുന്നത്. 9ാമത്തെ പാട്ട് രുദ്രൻ കണ്ണനാർ എഴുതിയ പട്ടിനപ്പാലൈ ആണ്. ഡെസേർട്ട് ഏരിയ അഥവാ പാലൈയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ പാലൈ തിണയിൽ 301 വരികൾ ഉണ്ട്. ഈ അകത്തിണയിൽ കരികാല ചോഴനെ പ്രേസ് ചെയ്യുന്നു. ചോഴ രാജ്യത്തെ ക്യാപിറ്റൽ ആയ പൂംപുഹാർ അഥവാ കാവേരി പൂംപട്ടണം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായുള്ള ട്രേഡിനെ കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു. പട്ടിണി മറികടക്കാനായി, പണമുണ്ടാക്കാനായി പിരിയേണ്ടി വരുന്ന ലവേഴ്സിന്റെ കഥയാണ് ഇത്. 10ാമത്തെ പാട്ട് മലൈപ്പടുകടാം എഴുതിയത് പെരും കൗശികനാർ. 583 വരികൾ ഉള്ള ഈ മുല്ലൈ തിണൈ 10 പാട്ടിലെ സെക്കൻഡ് ലോങ്സ്റ്റ് പാട്ടാണ്. നാടോടി നർത്തകരെ, അതായത് ജിപ്സി ഡാൻസേഴ്സിനെ കൂതർ എന്ന് പറയുന്നു. അവർ രാജാവായ നന്നൻ വെൺമാന്റെ അടുത്തേക്ക് പോകുന്ന യാത്ര, അവർ കണ്ട കാഴ്ചകൾ, അവരുടെ അനുഭവങ്ങൾ എല്ലാം ഇതിൽ പറയുന്നു. അവരുടെ ജീവിത രീതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പാട്ട് നന്നൻ വെൺമാനെ പ്രേസ് ചെയ്തുകൊണ്ടാണ് അവസാനിക്കുന്നത്. സംഘകാല ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. സാധാരണ ലോകമെമ്പാടുമുള്ള ഏതൊരു ഭാഷയുടെയും ആദ്യകാല ലിറ്ററേച്ചർ നോക്കിയാൽ അപ്പർ ക്ലാസ് ലൈഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, അവരുടെ കഥകളാകും അത്. ലോവർ ക്ലാസ് മനുഷ്യരുടെ ജീവിതങ്ങൾ തീം ആകാറില്ല. സംഘകാല ലിറ്ററേച്ചർ എന്നാൽ അങ്ങനെയല്ല. അപ്പർ ക്ലാസ് തീം ആകുമ്പോഴും അവർക്ക് പ്രൈസസ് കൂടുമ്പോഴും പാവപ്പെട്ടവന്റെ ജീവിതത്തെയും ആ ലിറ്ററേച്ചർ ചേർത്ത് പിടിച്ചിരുന്നു. കാലം മാറി, കഥ മാറി. മലയാള ഭാഷ പിന്നീട് ഡെവലപ്പ് ചെയ്തപ്പോൾ മറ്റു ഭാഷകളിലെ പോലെ ഇതും അപ്പർ ക്ലാസ്സിന് തന്നെയാണ് ആദ്യമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വിത്ത് ദാറ്റ് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദിസ് ടോപ്പിക്. കമൻസ് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.